ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ഹൈബി ഈഡൻ എം പി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ തത്സമയം ചേരുകയാണ്. ശ്രീ ഹൈബി ഈഡൻ, അങ്ങ് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ GCDAക്ക് മുൻപാകെ വെച്ച് രംഗത്ത് വന്നതാണ്. ശേഷമാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് യാതൊരുവിധ കരാറുമില്ലാതെയാണ് ഇങ്ങനെ ഒരു പൊതു സ്വത്ത് എന്തും ചെയ്യാം എന്ന സ്വാതന്ത്ര്യത്തോടു കൂടി കൈമാറി എന്നുള്ള വിവരം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ GCDA തന്നെ ചർച്ച ചെയ്യുകയാണ്, അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുകയാണ്. അപ്പോഴും കെ ചന്ദ്രൻപിള്ള പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിനല്ല, സ്പോൺസറുടെ സ്വന്തം ഇഷ്ടത്തിനല്ല എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? അല്ല, ഈ GCD എക്സിക്യൂട്ടീവ് യോഗം കുറച്ച് നേരത്തെ നടത്തിയാൽ മതിയായിരുന്നു. ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്പോൺസർ, ഇത് തമ്മിലൊരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെർബലി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോ ഇത് GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ, ഇതിലുമായി താല്പര്യമുള്ള അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിൽ ഉൾപ്പെടുത്തേണ്ട ക്ലോസുകൾ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ ഓരോ ദിവസവും ഞാൻ ഇത് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ മാധ്യമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഇവിടെ ഇപ്പൊ CPIM പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയപരമായി ഇതിനെ നേരിടുന്നതാണ്. ഇതിന് പോരാട്ടം നടത്തേണ്ടതോ നേരിടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ മെസ്സി ഇന്ന് ഇവിടെ ഇരുന്ന് പുട്ടും കടലയും കഴിക്കേണ്ടതായിരുന്നു. കാരണം 25 മുതൽ 2-ാം തീയതി വരെ മെസ്സി ഇവിടെ ഉണ്ടാവുമായിരുന്നല്ലോ. അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. മെസ്സി വരും, എല്ലാവരും സ്വീകരിച്ചു, എല്ലാവരും സഹകരിച്ചു, കടകൾ അടച്ചിടാൻ വ്യാപാരികൾ പറഞ്ഞു. പിന്നെ രാവിലെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ, അവിടെ താമസിക്കുന്ന ആളുകൾ എന്നെ ഒന്ന് കണ്ടു. അവര് പറഞ്ഞു അവരുടെ വീട് മുഴുവൻ മറയ്ക്കുന്ന തരത്തിൽ വലിയ കൂറ്റൻ മതിലുകളാണ് കെട്ടിയിരിക്കുന്നത്. അവർക്ക് വായു സഞ്ചാരം പോലും ഇല്ലാത്ത രീതിയിൽ. അത് അവരുടെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്, 1 മീറ്റർ ഒന്ന് താഴ്ത്തി കെട്ടുക മതിൽ എന്നുള്ള റിക്വസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ GCDയുടെ അറിവോടുകൂടിയാണോ? 70 കോടി രൂപ എന്നുള്ള ഒരു സ്പെസിഫിക് എമൗണ്ട് പറയുന്നു. അതിന്റെ ഡീറ്റെയിൽ ബ്രേക്കപ്പ് എന്താണ്? ഇപ്പൊ അവിടെ ഉള്ള എല്ലാ കരാറുകാരെയും പിരിച്ചുവിട്ടു. GCDയുടെ കരാറുകാര് എല്ലാം സ്പോൺസറുടെ കരാറുകാരാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ടിൽ അടിക്കുന്ന മണ്ണ്, മെറ്റല്, കോൺക്രീറ്റ്, ഇതിന്റെ ഒന്നും ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നില്ല. അപ്പൊ 70 കോടി രൂപ എന്ന് ഒരു വ്യക്തി പറയുമ്പോ അത് മോണിറ്റർ ചെയ്യാൻ, അത് വെരിഫൈ ചെയ്യാൻ, അതിന് ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സും നിലവിൽ GCDAക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹം പൊളിറ്റിക്കലി അത് ഓണപ്പ് ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ ചന്ദ്രൻപിള്ള വളരെ പക്വമതിയായ ഒരു ട്രേഡ് യൂണിയനിസ്റ്റ് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഞങ്ങള് ഉത്തരവാദിത്വം പ്രതീക്ഷിക്കുകയാണ്. വെറുതെ ഉത്തരവാദിത്വം പൊളിറ്റിക്കലി ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൽ പറ്റിപ്പോയ പാർട്ടികൾ എന്താണ് എന്ന് തുറന്നു പറയാൻ തയ്യാറാവണം. അത് ട്രൈ പാർട്ടി എഗ്രിമെന്റ് വെച്ചിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങൾ, ഇതിന്റെ ഇപ്പൊ എനിക്ക് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഞാനത് വിശദമായിട്ട് നിങ്ങളോട് പറയാവുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഹൈബി ഈഡൻ സംസാരിച്ചതിന്. അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പ്രതികരണം നടത്തുന്നത്. പിന്നീട് പല കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. കരാർ അടക്കമുള്ളവ ഇല്ലാതെയാണ്. നോക്കൂ, മുഖ്യമന്ത്രിയുടെ അടക്കം സാന്നിധ്യത്തിൽ ഒരു ട്രൈപാർട്ടി അഗ്രിമെന്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷവും അതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമായത്? എന്തു തരം സമ്മർദ്ദമാണ് അതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും കുറേയേറെ കാലത്തേക്ക് GCDAക്ക് നഷ്ടം വരുന്ന സ്റ്റേഡിയത്തിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രശ്നം വരാവുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇത്രയും വലിയ വിഷയമായിട്ടും CPM നേരിട്ട് അതിൽ ഇടപെടുകയും എക്സിക്യൂട്ടീവിന് മുൻപ് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഇടപെടൽ നടത്തിയിട്ടും പോലും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എങ്ങനെയാണ് GCDAക്ക് സാധ്യമാകുന്നത്, ചന്ദ്രൻപിള്ളയ്ക്ക് സാധ്യമാകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തേക്കും ഈ നിർമ്മാണ പ്രവർത്തനം അടക്കമാണ്, അതിലെന്തെങ്കിലും പാളിച്ചയോ പിഴവോ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാലും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ തുടർന്നും ഉണ്ടാകുമോ എന്നതടക്കം ചോദ്യങ്ങളും തുടരുന്നുണ്ട്.